അപ്പോഴേക്കും ഹീജോ വീട്ടിലെത്തിയിട്ട് ഫ്രഷ് ആയിട്ടുണ്ടാവും. അവളുടെ മുറിവെല്ലാം മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ടാവും. അവൾക്കുള്ള ഡിന്നർ കഴിയുന്ന സമയത്താവും ബെക്സൻ അവിടെ എത്തുക. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കാണുമ്പോൾ അവൻ ആശ്വസിക്കും. എന്നിട്ട് അവളോട് പറയും, ഇന്ന് എനിക്കൊരു കോൾ വന്നു, എന്റെ ഭാര്യ അതായത് നിന്നെ അവന് കിഡ്നാപ്പ് ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത്. കണ്ടില്ല, നിനക്കൊരു കുഴപ്പമില്ല, നീ ഇവിടെ ഒറ്റക്കാരിയായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറയും. അവൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ ബെക്സൻ ഒരു ഫോൺ വരും. അവന്റെ അസിസ്റ്റന്റ് വിളിച്ചതായിരിക്കും. അസിസ്റ്റന്റ് വിളിച്ച ഫേക്ക് കോളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തപ്പിയായിരിക്കും. ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. 10 മിനിറ്റെങ്കിലും സംസാരിച്ചാലേ ആളെവിടെ നടന്ന് ചെറിയൊരു ലൊക്കേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സൗണ്ട് മാറ്റിയിട്ടാണ് സംസാരിച്ചത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് എല്ലാം അസിസ്റ്റന്റ് ബെക്സന് പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് തന്നെ ബെക്സന്റെ ഫ്രണ്ട് ജേർണലിസ്റ്റ് കണ്ടുപിടിച്ച കാര്യങ്ങൾ അവർക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അത് പറഞ്ഞു കൊടുക്കും. ഒരു പ്രത്യേക തരം ഫോണിലാണ് വിളിച്ചിട്ടുള്ളത്. ആള് കൊറിയത്തിലുള്ള ആളാണ്. പോരാത്തതിന് ഇനി അങ്ങനെ ഒരു അവസ്ഥ ഷെയ്ക്കിലും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഹീജോക്കുള്ള ബോഡി ഗാർഡ്സിന് അവന് ഏർപ്പാടാക്കി വെക്കും. അവന്റെ ഭാര്യയാണെന്നുള്ളത് അറിയിക്കരുതെന്നും രഹസ്യമായിട്ടായിരിക്കണം എല്ലാം എന്നും അസിസ്റ്റന്റിനോട് പറയും. കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഈ അസിസ്റ്റന്റിന് പോലും അറിയില്ല ഹീജയാണ് ബെക്സന്റെ ഭാര്യ എന്നുള്ളത്. അത്രയുടെ സീക്രട്ട് ആയിരിക്കും അവൻ അവരുടെ ഭാര്യയെ കൊണ്ടെടുക്കുന്നുണ്ടാവുക. ഫോൺ കോളെല്ലാം കഴിഞ്ഞിട്ട് ബെക്സനെ തിരിച്ചു വന്ന് ഹീജോനോട് പറയും, നാളെ വൈകുന്നേരം ഒരു ഇവന്റ് ഉണ്ട്, ബ്രിട്ടീഷ് എംബസിയുടെ ഒരു ഇവന്റ് ആണ്, അതിൽ നീ എന്റെ കൂടെ വരണം. അംബാസിഡറുടെ വൈഫ് സംസാരിക്കുന്ന ആളാണെന്നും ആദ്യം സംസാരിക്കാൻ ഒരു ഇന്ററാക്ടർ ആണെന്നും അതുകൊണ്ടാണ് നിന്നെ കൂടെ കൂട്ടുന്നതെന്നും നമ്മുടെ റിലേഷനെ അവിടെ അറിയിക്കുന്നതും ഒക്കെ അവന് പറഞ്ഞിട്ടുണ്ടാവും. അവൾ അതിനും ഒരു റെസ്പോൺസ് കൊടുക്കുന്നത് അവളുടെ ബിസിനസ്സിലായിരിക്കും. എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവളുടെ അമ്മ ഫോൺ വിളിക്കും. എന്നിട്ട് അവളോട് പറയും, നിന്റെ അമ്മായിമ്മ പറഞ്ഞതുപോലെ ഇനി ജോലിക്കൊന്നും പോകാൻ നിൽക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞ ഡെർമറ്റോളജിസ്റ്റിന്റെ പ്ലാസ്റ്റിക് സർജറിയുടെ സ്ഥലത്തൊക്കെ നിന്ന് നീ പോകാത്തത് അവിടെ പോയിട്ട് നല്ല ഭംഗി വെപ്പിക്കാൻ നോക്ക്. എങ്കിലേ വെക്സിനെ ഞാൻ നോക്കിയെങ്കിലും ചെയ്യുള്ളൂ. നീ ഇപ്പൊ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞത് നീ കാര്യമായിട്ട് എടുക്കണം. എങ്കിലും നിന്റെ സ്ഥാനം അവിടെ നിലനിൽക്കുള്ളതൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അവള് ആ ഫോണ് തലക്കാണ്ടിടയിൽ വെച്ചിട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞിരിക്കും. എന്നിട്ട് അവളുടെ കല്യാണത്തിനാണ് നടന്ന സീനുകളെന്ന് റിവൈൻഡ് ചെയ്യും. 3 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഒരു സുന്ദരിയായിരിക്കുന്ന ഹേസന്റെ അടുത്തേക്ക് വെക്സിന് കയറി വരികയാണ്. എന്നിട്ട് അവളോട് പറയും, നീ എന്തിനാണ് ഇങ്ങനെ അണിഞ്ഞിരിക്കുന്നത്? ഇത് നിന്റെ സ്ഥാനമല്ല, എല്ലാം ഊരിക്കളഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവളുടെ ആഭരണങ്ങളും ഡ്രസ്സും എല്ലാം അഴിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവന് അവന്റെ കൂടെ എടുത്തിട്ട് അവളുടെ മേലിട്ടിട്ട്, നീ എന്റെ മുമ്പിൽ വസ്ത്രം എല്ലാം നിൽക്കാൻ പോവുകയാണോ എന്ന് പറഞ്ഞിട്ട് അവൾ ഫയൽ കൊടുക്കും. ഇത് നമ്മുടെ അഗ്രിമെന്റ് ആണ്. അവൾ ഇരുന്നുകൊണ്ട് അത് വായിച്ചു നോക്കാം. പെട്ടെന്ന് അവന് പറയും, വായിക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. 1, ഹേജോ ഡിവേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. 2, ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തീരെ പാടില്ല. 3, രണ്ടുപേരുടെയും റിലേഷനെ പബ്ലിക്കിൽ അനൗൺസ് ചെയ്യാൻ പാടില്ല. ഇത് കഴിഞ്ഞിട്ട് അവളോട് ഒപ്പിടാൻ പറയും. അവൾ പെട്ടെന്ന് തന്നെ അതിലോട്ട് സൈൻ ചെയ്യും. എന്നിട്ട് അവളോട് എഴുന്നേൽക്കാൻ പറയും. അവൾ എഴുന്നേൽക്കാതെ നിൽക്കും. നീ ഭയങ്കര വാശിക്കാരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ മുട്ടു തിന്നുകൊണ്ട് അവളുടെ വിരലിൽ മോതിരം വിളിക്കും. എന്നിട്ട് പറയും, ഇത് നമ്മുടെ വിവാഹ ദിവസമല്ല, ഞാൻ നിന്നെ തടങ്കലിലാക്കാൻ പോവുകയാണെന്ന് പറയും. പോരാതിന് നമ്മുടെ വിവാഹം പ്രൈവറ്റ് ആണെന്നും ഒരു മനുഷ്യന് അറിയാൻ പോകുന്നില്ലായിരുന്നു അവളോട് പറയുകയും. ഇനി ദിവസം വരെ അവന്റെ ഭാര്യ ആരാണെന്ന് ന്യൂസിൽ അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളത് അവൾ സെറ്റ് ചെയ്യും.